ഇനി മറ്റു വാർത്തകൾ നോക്കാം. പാറ്റൂർ കേസിൽ അന്വേഷണം വൈകുന്നതിൽ കോടതിക്ക് അതൃപ്തി. അന്വേഷണ ഉദ്യോഗസ്ഥർ ഇന്ന് തന്നെ ഹാജരാകണമെന്ന് കോടതി. ജീവൻ കുമാർ തിരുവനന്തപുരത്ത് നിന്നും നൽകും വിശദാംശങ്ങൾ. ജീവൻ, കേസ് പരിഗണിച്ചപ്പോൾ കോടതി നിരീക്ഷിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? മനു, പാറ്റൂർ കേസ് പരിഗണിക്കുന്നതിനിടെയാണ് വിജിലൻസിനെതിരെ കോടതിയുടെ ഭാഗത്തു നിന്ന് രൂക്ഷമായ പരാമർശം ഉണ്ടായത്. നേരത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായ VS അച്യുതാനന്ദനാണ് പാറ്റൂർ കേസിൽ വിജിലൻസിനെതിരെ നേരത്തെ ഹർജി UDF സർക്കാരിന്റെ കാലത്ത് കൊടുത്തത്. നിലവിൽ ഒരു വർഷത്തോട് അടുക്കുകയാണ് കേസ്. എന്നാൽ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിലും ഇപ്പോഴും ദ്രുത പരിശോധനയുടെ റിപ്പോർട്ട് ഹാജരാക്കുവാനായി വിജിലൻസിന് ആയില്ല. ഒരു വർഷത്തിലേറെ അന്വേഷണം എന്താണ് വൈകുന്നത് എന്ന് കോടതി വിജിലൻസ് അഭിഭാഷകനോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത്, നിലവിൽ കേസ് ലോകായുക്തയുടെ പരിഗണനയിലാണ്, അതിനാൽ ചില രേഖകൾ ഇപ്പോഴും ഹാജരാക്കാനായില്ല, നിർണായകമായ ചില രേഖകൾ ഹാജരാക്കുന്നതിന് കാലതാമസം നേരിടേണ്ടതായി വരുന്നു എന്ന് വിജിലൻസ് അഭിഭാഷകൻ പറഞ്ഞപ്പോൾ ഹർജിയുടെ ഭാഗമായി VS അച്യുതാനന്ദൻ സമർപ്പിച്ച രേഖകൾ തന്നെയാണല്ലോ നിങ്ങൾ കാണുന്നില്ല എന്ന് പറയുന്നത്. നിലവിൽ ഈ രേഖകൾ കോടതിയുടെ പരിഗണനയിൽ തന്നെ ഇരിക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ രേഖകൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനാകുമോ എന്ന് കോടതി മറുവാദം ചോദിച്ചു. അപ്പോഴാണ് അഭിഭാഷകന് മറ്റ് ഉത്തരം ലഭിക്കാതെ വന്നപ്പോഴായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ ആരാണ് അദ്ദേഹം ഉടൻ തന്നെ കോടതിയിൽ ഹാജരാവാൻ കോടതി നിർദ്ദേശം നൽകി. DYSP അജിത്തിനോട് സ്ഥലത്തുണ്ടെങ്കിൽ അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്ക് തന്നെ കോടതിയിൽ ഹാജരാവാനാണ് വിജിലൻസ് കോടതി വിജിലൻസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് കേസ് പരിഗണിക്കുമ്പോൾ വിജിലൻസിന്റെ DYSP അജിത്തിനോട് നേരിട്ട് ഹാജരാവാനും കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മനു, ശരി. ജീവൻ കുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.